അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ശരി തന്നെയാണ്. അത് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, രാഹുൽ മാമൻകൂട്ട MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയൊന്നും ചെറുക്കുന്നില്ലേ, ഞങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമല്ല. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഞാനാണ് പോയിരുന്നത്. അതിനു മുമ്പ് അയാൾക്കെതിരായിട്ട് ഞാൻ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ അയാളെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം, പ്രത്യേക CPMൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഇപ്പോൾ കോൺഗ്രസ് UDFകാർ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി എത്ര മന്ത്രിമാർ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു? അങ്ങനെ രാജിവെക്കാൻ പറഞ്ഞത് ശരിയാണ്? ഇപ്പോൾ വാസവനാണ് ഇപ്പോൾ രാജിവെക്കേണ്ടത്. വാസവനാണോ സ്വർണ്ണം പാളി കട്ടുകൊണ്ട് പോയത്? വാസവനാണെന്ന മന്ത്രിയായിരുന്നു. വാസവൻ അതിലെന്തെങ്കിലും കാര്യത്തിൽ ബന്ധമുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു നിയമസഭയിലൊരു കേസുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആളുകളൊക്കെ മറന്നു തുടങ്ങി. എന്നാലും ഞാൻ പറയുക, ആ വിഷയത്തിൽ കോടതി ജാമ്യം തന്നു. പിന്നെ ഇത് കേസ് റദ്ദിയാത്തതിൻ്റെ പേരിൽ ഞാൻ ആ നിയമസഭയിൽ വന്നപ്പോൾ ഞാൻ രാജിവെക്കണമെന്ന് ഏതാണ്ട് കുറേ ദിവസം അത് പിന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ ജാതി രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ല. ജനാധിപത്യ ചില ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ പിന്നെ അവസരം കിട്ടി എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സമയം എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി ആയിരുന്നാലും ഞങ്ങളുടെ മന്ത്രിമാരായിരുന്നാലും ഗവൺമെൻറ്റിനെതിരായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എന്നാൽ ശരിയായ രീതിയിൽ കുറ്റക്കാരനാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ കാണിക്കുന്ന പ്രശ്നവുമില്ല. പങ്കെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു പിന്നെ അയാൾ MLA ആണല്ലോ.